കൊച്ചി കലൂർ കത്രക്കടവ് റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രതിഷേധം. റോഡിലെ കുഴിയിൽ വീണ കർണാടക ബസിന്റെ ആക്സിലൊടിഞ്ഞ സംഭവത്തെ തുടർന്നാണ് പ്രതിഷേധം. GCDA വേണ്ട നടപടികൾ കൈക്കൊണ്ടില്ലെന്ന പരാതിയും ശക്തം. കണ്ണൂർ തളിപ്പറമ്പിനടുത്ത പൂമംഗലത്ത് തെരുവുനായ ശല്യം രൂക്ഷം. വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട സ്കൂട്ടർ തെരുവുനായ്ക്കൾ കടിച്ചുപറിച്ച് നശിപ്പിച്ചു. പൂമംഗലം ആലയാടെ കടുങ്ങാൻ മുഹമ്മദ് ഷബീലിന്റെ സ്കൂട്ടറാണ് നശിപ്പിച്ചത്. പ്രദേശത്ത് തെരുവുനായ ശല്യം കാരണം സ്കൂളിലും മദ്രസയിലും പോകുന്ന വിദ്യാർത്ഥികൾ സഞ്ചരിക്കുന്നത് ഭീതിയോടെ. കണ്ണൂർ കൂത്തുപറമ്പ് നരവൂരിൽ BJP പ്രവർത്തകന്റെ വീടിന് നേരെ ബോംബേറ്. ചെറുവളത്ത് ഹൌസിലെ C വിനീഷിന്റെ വീടിന് മുന്നിലെ റോഡിലാണ് സ്ഫോടനമുണ്ടായത്. ASP KV വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു. സംഭവ സ്ഥലത്തു നിന്നും ഒരു സ്റ്റീൽ ബോംബ് പൊട്ടാതെയും കണ്ടെത്തി. ഉത്തർപ്രദേശിൽ കാറുകൾ കൂട്ടിയിടിച്ച് 4 യൂട്യൂബർമാർക്ക് ദാരുണാന്ത്യം. ലക്കി, സൽമാൻ, ഷാരൂഖ്, ഷാനവാസ് എന്നിവരാണ് മരിച്ചത്. സുഹൃത്തിന്റെ പിറന്നാൾ ആഘോഷത്തിൽ പങ്കെടുത്ത് മടങ്ങവെയാണ് അപകടം. കൊല്ലം ചിന്നക്കടയിൽ KSRTC ബസ്സിടിച്ച് സ്കൂട്ടർ യാത്രക്കാരിക്ക് ദാരുണാന്ത്യം. മരിച്ചത് പട്ടത്താനം സ്വദേശി സ്മിത. കൊല്ലം കാവനാട്ടെ അക്ഷയ കമ്മ്യൂണിറ്റി മെഡിക്കൽ സ്റ്റോറിൽ നിന്നും 1.75 ലക്ഷം രൂപ മോഷണം പോയി. ഷോപ്പിൽ മുഴുവൻ മുളകുപൊടി വിതറിയിട്ടുണ്ട്. ശക്തികുളങ്ങര പോലീസ് തെളിവുകൾ ശേഖരിച്ചു. കൊല്ലം മയ്യനാട് ജംഗ്ഷനിലെ ഗവൺമെന്റ് ITIക്ക് മുൻപിലെ റോഡ് സഞ്ചാരയോഗ്യമാക്കി. മയ്യനാട്ടെ ഓട്ടോ ടാക്സി ഡ്രൈവർമാരും നാട്ടുകാരും ചേർന്നാണ് റോഡ് സഞ്ചാരയോഗ്യമാക്കിയത്. അധികൃതർ തിരിഞ്ഞു നോക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് നാട്ടുകാർ തന്നെ വെള്ളക്കെട്ട് മാറ്റിയത്. ഓഹരി വിപണിയിൽ റെക്കോർഡ് കുതിപ്പ്. സെൻസെക്സ് 77,000 പോയിന്റ് കടന്നു. നിഫ്റ്റിയിലും കുതിപ്പ് തുടരുന്നു. സൂചിക 23,400 കടന്നു. പുതിയ സർക്കാർ അധികാരത്തിലേറിയതാണ് വിപണിക്ക് കരുത്തായി മാറിയത്. നിയമസഭാ സമ്മേളനത്തിൽ സരസ്വതി സമ്മാൻ ലഭിച്ച കവി പ്രഭാവർമ്മയ്ക്ക് ആദരം. മുഖ്യമന്ത്രിയും സ്പീക്കറും പ്രതിപക്ഷ നേതാവും പ്രഭാവർമ്മയ്ക്ക് ആദരമർപ്പിച്ചു. ഇസ്രായേൽ യുദ്ധ ക്യാബിനറ്റ് മന്ത്രിയായ ബെന്നി ഗ്രാൻസ് രാജിവെച്ചു. രാജി ഇസ്രായേലിലെ യുദ്ധകാല മന്ത്രിസഭയിൽ ഭിന്നത രൂക്ഷമായതിന് പിന്നാലെ. അട്ടപ്പാടിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ യുവാവിന് ഗുരുതര പരിക്ക്. അഗളി കൂടൻചാള ഊരിലെ ഈശ്വരനാണ് പരിക്കേറ്റത്. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന വഴി ഇയാളെ കാട്ടാന ആക്രമിക്കുകയായിരുന്നു. വ്യാജ മേൽവിലാസമുണ്ടാക്കി അബുദാബിയിലേക്ക് കടക്കാൻ ശ്രമിച്ചയാൾ നെടുമ്പാശ്ശേരിയിൽ പിടിയിലായത് സെയ്തു മുല്ല എന്ന ബംഗ്ലാദേശ് പൗരൻ. പൂനെയിലെ മേൽവിലാസത്തിലാണ് ഇയാൾ പാസ്പോർട്ട് തരപ്പെടുത്തിയത്. അർദ്ധരാത്രി 12 മണിക്ക് ആലുവ ചെങ്ങമനാട് ഹോട്ടലിലേക്ക് ടോറസ് ഇടിച്ചുകയറി. അപകടത്തിൽ ആളപായമില്ല. പാലക്കാട് നിന്നും എറണാകുളം ഭാഗത്തേക്ക് മണൽ കയറ്റി വന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. കണ്ണൂർ പിലാത്തറയിൽ വെള്ളക്കെട്ടിൽ വീണ് ബൈക്ക് യാത്രികന് ദാരുണാന്ത്യം. കുഞ്ഞിമംഗലം സ്വദേശി റിയാസാണ് മരിച്ചത്. യൂട്യൂബർ സഞ്ജു ടെക്കിക്കെതിരെ RTO നടത്തിയ പരിശോധനയിൽ കൂടുതൽ നിയമലംഘനങ്ങൾ കണ്ടെത്തി. 160 കിലോമീറ്ററിൽ ഡ്രൈവിംഗ്, മൊബൈലിൽ ഷൂട്ട് ചെയ്തുള്ള ഡ്രൈവിംഗ് തുടങ്ങിയവയാണ് കണ്ടെത്തിയത്. സഞ്ജുവിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നതിന് മുന്നോടിയായി നോട്ടീസ് നൽകി. ഛത്തീസ്ഗഡിലെ ബീജാപൂരിൽ 9 മാവോയിസ്റ്റുകൾ അറസ്റ്റിൽ. 8 പേരെ ഉസൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നും ഒരാളെ നെയ്മ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നുമാണ് പിടികൂടിയത്. കോപ്പ അമേരിക്കയ്ക്ക് മുന്നോടിയായുള്ള സൗഹൃദ മത്സരത്തിൽ ഇക്വഡോറിനെതിരെ അർജന്റീനയ്ക്ക് ജയം. ഏഞ്ചൽ ഡി മരിയയാണ് ഗോൾ നേടിയത്. അവസാന 35 മിനിറ്റ് നേരം സൂപ്പർ താരം ലയണൽ മെസ്സി ഗ്രൗണ്ടിലിറങ്ങി.